VHP വേദിയിലെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയോട് സുപ്രീം കോടതി കൊളീജിയത്തിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം. ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനോടാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നു. ശരത് ലാൽ, അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ വിദ്വേഷ പ്രസംഗത്തിൽ ആശാവഹമായ ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്, അല്ലേ? അതെ ലക്ഷ്മി പത്മ, കാരണം സുപ്രീം കോടതി നേരിട്ട് ഇക്കാര്യത്തിൽ അലഹബാദ് ഹൈക്കോടതി രജിസ്ട്രാറോട് വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി നേരിട്ട് തന്നെ കൊളീജിയത്തിന് മുമ്പിൽ ഹാജരാവാൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ വെള്ളിയാഴ്ച അടക്കം, അതായത് 20-ാം തീയതിക്ക് മുമ്പേ ഹാജരാകാനാണ് അദ്ദേഹത്തോട് ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും രാജ്യസഭയിൽ യാദവിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയത്തിന് നോട്ടീസ് പ്രതിപക്ഷ എംപിമാർ നൽകിയ സാഹചര്യത്തിൽ കൂടിയാണ് സുപ്രീം കോടതി നേരിട്ട് തന്നെ ഇത്തരമൊരു നടപടിയെടുത്തത്. കൊളീജിയത്തിന് മുമ്പിൽ എന്തായിരിക്കും അദ്ദേഹം വിശദീകരിക്കുക എന്നത് നമുക്ക് കണ്ടറിയേണ്ടി വരും. ഏതായാലും ഒരു ഹൈക്കോടതി ജഡ്ജിയെ ഒരു പരാമർശത്തിന്റെ പേരിൽ സുപ്രീം കോടതി കൊളീജിയം, ചീഫ് ജസ്റ്റിസ് നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി കൊളീജിയം നേരിട്ട് വിളിപ്പിക്കുന്നത് ഇതാദ്യമായാണ്. കാരണം ജഡ്ജിമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന, നിയമിക്കാനുള്ള അധികാരമുള്ള ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനമാണ് സുപ്രീം കോടതി കൊളീജിയം. ഈ സാഹചര്യത്തിൽ കൊളീജിയം നേരിട്ട് തന്നെ ഇത്തരം ഒരു വിവാദ പരാമർശത്തിന്റെ പേരിൽ യാദവിനെ നേരിട്ട് വിളിച്ചിരിക്കുന്നത് വളരെ വളരെ പ്രാധാന്യത്തോടെയാണ് കാണേണ്ടത്. ഏതായാലും ഈ ആഴ്ച ഈ 20-ാം തീയതിക്ക് മുമ്പിൽ എപ്പോഴാണ് ഹാജരാവുന്നത് എന്ന് കൊളീജിയത്തെ അറിയിക്കാനും യാദവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലക്ഷ്മി പത്മ, ഏതായാലും ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള വിദ്വേഷ പ്രസംഗം, വലിയ തോതിലുള്ള ഒരു വിദ്വേഷ പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. VHP വേദിയിലായിരുന്നു ഇത്തരത്തിലൊരു മുസ്ലിം വിരുദ്ധ പരാമർശം. ഭൂരിപക്ഷം ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കും എന്ന തരത്തിലുള്ള പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനോടാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കൊളീജിയത്തിന് മുന്നിൽ നേരിട്ട് ഹാജരാകണം എന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ.